ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമുക്ക് ഓശാന ഞായറാണ്. അപ്പോൾ ആദ്യമേ തന്നെ എല്ലാവർക്കും ഓശാന തിരുനാൾ ആശംസകൾ ഞാൻ നേരണേണ്. അപ്പോൾ ഞാനും മിക്കും ഷീലാമ്മയും കൂടെയാണ് പള്ളിയിലോട്ട് വന്നിക്കണത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് ചമ്പക്കര മഠത്തിലാണ്. ഇവിടെ നിന്നാണ് നമുക്ക് വെഞ്ചിരിച്ച് അച്ഛൻ കുരുത്തോലയൊക്കെ തന്നത്. അപ്പോൾ അതേ ഷീലാമ്മയുടെ കൈ പിടിച്ച് മിക്കു നടന്ന് ഓലയൊക്കെ പിടിച്ച് പോണേണ്, കുരുത്തോലയൊക്കെ പിടിച്ച് പോണേണ്. ഞാൻ എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ട് അവന് വേണ്ട, നടന്നോളാന്നൊക്കെ പറയണുണ്ട്. എല്ലാവരും ഇങ്ങനെ നടക്കണോണ്ട് അവന് നടന്നോളാന്നൊക്കെ പറയണുണ്ട്. അപ്പോൾ നമുക്ക് ഗൈസ് കുറച്ചുണ്ട് കേട്ടോ, നമുക്ക് പള്ളിയിലോട്ട് നടക്കാൻ കുറച്ചുണ്ട്. അങ്ങനെ നമ്മളിതേ പള്ളിയിലെത്താറായിട്ടുണ്ട്. അപ്പം നമ്മളിതേ പള്ളിയിലെത്തിയിട്ടുണ്ട്. ആദ്യം പോയത് പ്രദക്ഷിണത്തിന് പോയത് തിരിയും കുരിശുരൂപമാണ്. അവർ മൂന്നുപേരും ഫ്രണ്ടിൽ തന്നെ നിൽപ്പുണ്ട്. ബാക്കി എല്ലാവരും രണ്ട് സൈഡായിട്ട് നിൽക്കണേണ് ആൾക്കാർ. എല്ലാവരും ഒരുവിധം ആൾക്കാർ വന്നുകൊണ്ടിരിക്കണേണ്. ഇനി അച്ഛനൊക്കെ വരാൻ വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണേണ്. ഗൈസ്, അപ്പം നമ്മൾ പ്രദക്ഷിണം കഴിഞ്ഞ് പള്ളിയിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി തിരുക്കർമ്മങ്ങളെല്ലാം പള്ളിയുടെ അകത്തായിരിക്കും. അപ്പോൾ ഞങ്ങൾ പുറത്താട്ടോ, നല്ല തിരക്കുള്ളതുകൊണ്ട് ഞാനും മിക്കുവും അമ്മയും പുറത്താണ്. മിക്കു ആണെങ്കിൽ അകത്തിരുന്ന് ഓടാനൊക്കെ തുടങ്ങിയ ഡിസ്റ്റർബ് ആകണ്ടല്ലോ എന്നോർത്ത് ഞങ്ങൾ പുറത്ത് തന്നെ ഉണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊരു 9:30 ആയപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. കുറച്ച് സമയം എടുത്തായിരുന്നു. ഞങ്ങൾ സിറിയൻസാണ്, അപ്പോൾ കുർബാനയ്ക്ക് ഇച്ചിരി സമയം എടുക്കും. ഓശാന ൊക്കെ നല്ല സമയം എടുക്കും, വായനകളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് മിക്കു കുട്ടനെ പിടിച്ച് 2-3 ഫോട്ടോസ് എടുത്തു. പെസഹയ്ക്ക് 6 ദിവസം മുമ്പ് ഈശോ ജെറുസലേമിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ ഈശോ ലാസറിൻ്റെ ഭവനത്തിൽ പ്രവേശിച്ചു. അപ്പോൾ അവിടെ ലാസറിൻ്റെ സഹോദരിമാരായ മാർത്തയും മറിയവും കൂടി ചേർന്ന് തിടുക്കത്തിൽ മാവ് കുഴച്ച് വിഭവമുള്ള ഒരു വിരുന്ന് ഈശോയ്ക്ക് നൽകി. വലിയ വിരുന്നായ പെസഹയ്ക്ക് മുമ്പ് ഈശോ കഴിച്ച അവസാനത്തെ വിരുന്നായിരുന്നു ഇത്. ആ വിരുന്നിൻ്റെ അനുസ്മരണമായിട്ടാണ് പരമ്പരാഗത രീതിയിൽ അരിപ്പടി കൊണ്ട് നമ്മൾ കോഴിക്കോട്ട ഉണ്ടാക്കണത്. എന്നിട്ട് നമ്മളത് കഴിക്കണത് ഈശോയുടെ ഒരു വിരുന്നിൻ്റെ ഒരു അനുസ്മരണമായിട്ടാണ്. അപ്പം ഞങ്ങളും ദേ കോഴിക്കോട്ട കഴിക്കാൻ പോണേണ്. നമ്മൾ വിശുദ്ധ വാരത്തിലേക്കാണ് കടക്കാൻ പോണത്. പ്രാർത്ഥനയുടെയും ത്യാഗത്തിൻ്റെയും ദിനങ്ങളാണ് ഇനി നമുക്ക് കടന്നു വരാൻ പോകുന്നത്.